എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം. എന്നും ചെറുപ്പം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ, അല്ലേ? യൗവനം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകരുതേ എന്ന പ്രാർത്ഥനയിലാണ്. സാധ്യമാവാറുണ്ടോ? പലപ്പോഴും നമ്മുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. പലപ്പോഴും പ്രായം കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നതല്ല നമുക്ക് പ്രശ്നമായിട്ട് മാറാറുള്ളത്. പിന്നെന്താണ്? നമ്മുടെ പ്രായം എത്രയാണോ ആ പ്രായത്തേക്കാൾ കൂടുതൽ നമുക്ക് പ്രായമുണ്ട് എന്ന് മറ്റുള്ളവർ പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഇതിൻ്റെ കാരണക്കാർ പക്ഷേ മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്ന തെറ്റായ ചില പ്രവണതകളുടെ റിസൾട്ടാണ് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത്. ജീവിതത്തിൽ എന്നും എക്കാലവും ചെറുപ്പം നിലനിർത്തിക്കൊണ്ട് ജീവിതം ആസ്വദിക്കാൻ കഴിയുന്ന ആളുകളായിട്ട് മാറാൻ കഴിയും നമുക്കൊക്കെ. പക്ഷേ മനസ്സുണ്ടാവണം, അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമങ്ങൾ ഉണ്ടാവണം. ജീവിതത്തിൽ ചില ഇഷ്ടങ്ങളോടൊക്കെ വിട്ടുവീഴ്ചകൾ നടത്തണം. ഉറച്ച തീരുമാനങ്ങളൊക്കെ എടുത്തിട്ട് അത് നടപ്പിലാക്കാൻ കഴിയണം. ഇങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ ഊർജ്ജസ്വലതയുള്ള, ഉണർവുള്ള, ഉന്മേഷമുള്ള ഒരു മനസ്സും ശരീരവും ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. നിങ്ങളുടെ സ്കിന്നിന് ഡാമേജ് സംഭവിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുത്ത മോശമായ ശീലങ്ങളാണ് എന്ന് ഇനിയെങ്കിലും തിരിച്ചറിയണം. മാറാൻ തയ്യാറാണെങ്കിൽ ഇന്നു മുതൽ ജീവിതത്തിൽ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ കുറെ കൂടി സുന്ദരന്മാരും സുന്ദരികളും ഒക്കെ ആയിട്ട് മാറാൻ പറ്റും. എന്താണ് ചെറുപ്പം എന്ന് പറയുന്നത്? വല്ലാതൊരു ഉണർവും ഉന്മേഷവും ഊർജ്ജസ്വലതയും പ്രസരിപ്പും ഒക്കെ അവരുടെ ശാരീരികമായി ബോഡി ലാംഗ്വേജിലും മുഖത്തുമൊക്കെ കാണാൻ പറ്റും, അല്ലേ? അതോടൊപ്പം തന്നെ ബോഡി ഫിറ്റ്നസ്, നല്ല ഒരു ബോഡി സ്ട്രക്ചർ അവർക്കുണ്ടായിരിക്കും. ഇതൊക്കെ ചെറുപ്പത്തിന്റെ പ്രത്യേകതയാണ്. അതെന്നും നിലനിർത്തണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. അത് നിലനിർത്താൻ പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ 4 കാര്യങ്ങളും ജീവിതത്തിൽ നിങ്ങൾക്ക് മനോഹരമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ യുവത്വത്തെ തിരിച്ചെടുക്കുവാനും ജീവിതത്തെ കുറെ കൂടി മനോഹരമാക്കി ഊർജ്ജസ്വലതയോടെ മുന്നോട്ട് പോകുവാനും തീർച്ചയായിട്ടും സാധിക്കും. പക്ഷേ അതിനുവേണ്ടിയുള്ള മനസ്സുണ്ടാവണം. അതിനുവേണ്ടി ഇതൊക്കെ ചെയ്യാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹവും പരിശ്രമവും നിങ്ങളുടെ ഓരോരുത്തരുടെ ഭാഗത്ത് നിന്നും ഉണ്ടാവണം. അതിലപ്പുറം ഇതൊക്കെ കേട്ടിട്ട് നാളെ നേരം വെളുക്കുമ്പോൾ ഇതൊന്നും നടക്കൂല എന്ന് പറയുന്ന ആ പരിപാടിയില്ലേ, അത് ശരിയാവില്ല. അങ്ങനെയുള്ള മാനസികാവസ്ഥയാണെങ്കിൽ നിങ്ങളിത് കേൾക്കുന്നത് കൊണ്ടുപോലും വലിയ പ്രസക്തിയില്ല എന്നുള്ളതാണ്. എൻ്റെ അനുഭവങ്ങളും കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഏതായാലും ഉപകാരപ്പെടും നിങ്ങൾ ജീവിതത്തിൽ ഇതൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ. ചിലപ്പോൾ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാകും, ഈ പ്രായം തോന്നാത്ത ഒരവസ്ഥ എന്ന് പറയുന്നത് അത് ചില ആളുകൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ചില ക്വാളിറ്റിയാണെന്ന്. ഒരു കാര്യത്തിൽ അത് ശരിയാണെന്ന് നമുക്ക് പറയാം. ചില ആളുകൾ അങ്ങനെയാണ്, പ്രത്യേകിച്ച് ഒന്നും ചെയ്തില്ലെങ്കിലും അങ്ങനെ പ്രായമൊന്നും തോന്നിക്കില്ല. അതിൻ്റെ കാരണം ജനറ്റിക്കായിട്ട് തന്നെ, ജനിതകപരമായി തന്നെ കുറച്ച് ക്വാളിറ്റീസ് അവർക്കുണ്ടായിരിക്കും. അവരുടെ കോശങ്ങളെന്നും അവരുടെ സെല്ലുകളെന്നും അത്ര പെട്ടെന്ന് ഡാമേജ് ആവാതെ ഒരു ബോഡി സിസ്റ്റം അവർക്കുണ്ടായിരിക്കും സ്വാഭാവികമായിട്ട് തന്നെ. പക്ഷേ അവർക്ക് മാത്രമല്ല, എല്ലാ ആളുകൾക്കും അയാളുടെ യുവത്വം നിലനിർത്താനാവും. ജന്മനാ കിട്ടിയില്ലെങ്കിലും ജീവിതം കൊണ്ട് അതൊക്കെ നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും എന്നുള്ളിടത്താണ് നമുക്ക് എല്ലാവർക്കും ഒരാളുടെ ചെറുപ്പം നിലനിർത്താനും യുവത്വത്തിൽ ജീവിതം ആസ്വദിച്ച് മുന്നോട്ട് പോകുവാനും സാധിക്കും എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. ഏതായാലും പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് വരാം. പോയിന്റ് പറയുന്നതിന് മുമ്പ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ 4 പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. അതിന് കാരണം ഓരോ പോയിന്റും എടുത്ത് വളരെ വലിച്ചു നീട്ടി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഓരോ പോയിന്റും ഒരു ദിവസം തന്നെ പറയേണ്ടി വരും. അതുകൊണ്ട് പറയുന്ന 4 പോയിന്റിൽ നിന്നും നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം ഓരോ പോയിന്റിനെയും വളരെ വിശാലമായിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ഗൂഗിളിൽ നിന്ന്, അതുപോലെ തന്നെ പല ബുക്സുകളിൽ നിന്ന്, യൂട്യൂബിൽ തന്നെ പല ആളുകളും ചെയ്തിട്ടുള്ള വീഡിയോസുകളിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഈ 4 പോയിന്റുകളുടെ ആ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കപ്പുറം നിങ്ങൾ കാര്യങ്ങൾ കുറെ കൂടി പഠിച്ചെടുക്കുവാനും അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാനും നിങ്ങൾ ശ്രമിക്കേണ്ടതുണ്ട് എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അത് അടുത്ത ഓരോ പോയിന്റും പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഏതായാലും നമുക്ക് പോയിന്റിലേക്ക് വരാം, അല്ലെ? യുവത്വം നിലനിർത്താൻ, എന്നും ചെറുപ്പമായിരിക്കാൻ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ട 4 കാര്യങ്ങളിൽ ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ആഹാരശീലങ്ങളാണ്. നമ്മുടെ ആഹാരശീലങ്ങൾ, ഭക്ഷണ രീതിയും നമ്മുടെ സ്കിന്നും തമ്മിൽ വലിയ ബന്ധമുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെയും നമ്മുടെ ശരീരത്തെ സ്വാധീനിക്കുന്നില്ലേ? നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുള്ളത് അത് വയറിനെ മാത്രമേ സ്വാധീനിക്കുന്നുള്ളൂ എന്നുള്ളതാണ്.
അല്ലെ? ഒരു യാന്ത്രികമായ രീതിയിൽ ഭക്ഷണം കഴിച്ച് കടന്നു പോകുന്നവരാണ് നമ്മളൊക്കെ. നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണവും നമ്മുടെ ശരീരത്തെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. ജീവിതത്തില് ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാൻ, ചില ഇഷ്ടങ്ങളോടൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. എന്താണ് ഇഷ്ടങ്ങളോട് വിട്ടുവീഴ്ചകൾ എന്ന് പറയുന്നത്? ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമല്ലേ? ബേക്കറി ഐറ്റംസ് ഇഷ്ടമല്ലേ? മധുരം ഇഷ്ടമല്ലേ? ഇതിനോടൊക്കെ ഒരു നിയന്ത്രണം നമ്മൾ ഏർപ്പെടുത്തേണ്ടതുണ്ട്. ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കാൻ പറ്റിയാൽ, പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റില്ലെങ്കിലും നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു 80% നിങ്ങൾ കട്ട് ചെയ്യുക. നിലവിൽ കഴിക്കുന്നതിൻ്റെ 80% കട്ട് ചെയ്യുക. ബേക്കറി ഐറ്റംസ്, എന്തിനാണ് ബേക്കറി ഐറ്റംസ് ഇങ്ങനെ വാരി വലിച്ച് കഴിക്കുന്നത് എന്നുള്ളതാണ്. ശരീരത്തിന് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യുന്നുണ്ട്. ഈ ചെറുപ്പം നിലനിർത്തുക എന്ന് പറയുമ്പോൾ എന്താണ് ചെറുപ്പത്തിൻ്റെ പ്രത്യേകത? വല്ലാതൊരു ഉണർവും ഉന്മേഷവും ഊർജ്ജസ്വലതയും ഒക്കെ ഉള്ള ഒരു പ്രായമാണ് ചെറുപ്പം എന്ന് പറയുന്നത്, അല്ലേ? അതിനെയാണ് നമ്മൾ ചെറുപ്പം എന്ന് പറയുന്നത്. 60 വയസ്സിലും നമുക്ക് ഉന്മേഷവും ഉണർവും ഊർജ്ജസ്വലതയും പ്രസരിപ്പും ഒക്കെ ഉണ്ടെങ്കിൽ ആ 60 വയസ്സിലും നമുക്ക് പറയാനാവും ഞാൻ ചെറുപ്പമാണെന്ന്. അതുപോലെ തന്നെ ബോഡി ഫിറ്റ്നസ്, നല്ല കരുത്തുള്ള ഒരു ബോഡി സ്ട്രക്ചർ ഒരാൾക്കുണ്ടായിരിക്കും. അതാണ് ചെറുപ്പത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇതൊക്കെ എക്കാലവും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമ്മുടെ അലംഭാവം കൊണ്ട്, അലസത കൊണ്ട്, തെറ്റായ ജീവിത രീതി കൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നല്ല ഫുഡുകൾ കഴിക്കുക, ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുക, പച്ചക്കറികൾ, പച്ചക്കറി കഴിക്കാൻ പറ്റുമെങ്കിൽ അത്രയ്ക്കും നല്ലത്. നമ്മുടെ വീട്ടിൽ തന്നെ മരുന്ന് പോലും അടിക്കാത്ത എത്രയെത്ര ഫ്രൂട്ട്സുകളുണ്ട്. പപ്പായ, ചക്ക, മാങ്ങ, പേരക്ക, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കണ്ടെത്താൻ പറ്റും. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. മരുന്നടിച്ചത് തന്നെ വാങ്ങിച്ച് കഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇഷ്ടംപോലെ ഫ്രൂട്ട്സ് നമുക്ക് ലഭ്യമാണ്. നല്ലവണ്ണം വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം ഉണ്ടായിക്കഴിഞ്ഞാൽ, വെള്ളത്തിൻ്റെ അംശം കുറഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്കിന്നൊക്കെ വരണ്ടുണങ്ങും, ചുളിയാൻ തുടങ്ങും. പല ആളുകൾക്കും സംഭവിക്കുന്നത് അതൊക്കെയാണ്. നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ബേക്കറി ഐറ്റംസും ഫാസ്റ്റ് ഫുഡും ഒക്കെ നമ്മൾ ഒഴിവാക്കുക. മധുരം നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. നമ്മൾ നല്ല രീതിയിൽ മധുരം ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ അതൊക്കെ നമ്മൾ കുറയ്ക്കുക. എന്തുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങളൊക്കെ നമ്മളെ പിടികൂടിയത്? നമ്മുടെ ഭക്ഷണ രീതി മോശമായതുകൊണ്ടാണ്. അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് ആവശ്യമുള്ളത് കഴിച്ചാൽ പോരെ. ഒരു കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ കാണാറുണ്ട്, വാരി വലിച്ച് കഴിക്കുന്നുണ്ടാവും. വയറ് നിറഞ്ഞാലും വീണ്ടും കഴിക്കുന്നില്ല, വെറുതെ കിട്ടുകയല്ലേ. അങ്ങനെ വെറുതെ കിട്ടുന്നു എന്ന് കരുതി വാരി വലിച്ച് കഴിച്ചത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ഗുണവും ലഭിക്കുന്നില്ല. മനസ്സിന് ഒരുപക്ഷെ സുഖം കിട്ടുന്നുണ്ടാവും, ഞാൻ ഒരുപാട് ഭക്ഷണം കഴിച്ചല്ലോ എന്ന രീതിയിൽ. മറിച്ച് ശരീരത്തെ അത് ദോഷമായിട്ടാണ് ബാധിക്കുന്നത്. എന്തുകൊണ്ടാണ് വയറ് ചാടുന്നത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണ രീതി മോശമായതുകൊണ്ടല്ലേ. ഇഷ്ടംപോലെ കൊഴുപ്പൊക്കെ വാരി വലിച്ച് കഴിക്കും. കൊഴുപ്പ് ആവശ്യമുണ്ട് നമ്മുടെ ശരീരത്തിന്. പക്ഷേ അത് അനിയന്ത്രിതമായാലോ, വയറ് ചാടിയാലൊക്കെ പോയില്ലേ നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യമൊക്കെ അവിടെ തീരും. പലപ്പോഴും ഈ വയറ് ചാടുക എന്ന് പറയും 30-35 വയസ്സിലൊക്കെ വയറ് ചാടി കഴിഞ്ഞാൽ അയാളെ കാണാൻ പറ്റും 50 വയസ്സും 60 വയസ്സൊക്കെ തോന്നിക്കും. അതാ നമ്മുടെയൊക്കെ നാട്ടിലുള്ള പല ആളുകളുടെയും അവസ്ഥ. അപ്പോൾ നമ്മുടെ ഭക്ഷണ രീതി, ആഹാരശീലങ്ങൾ ഇത് മാറ്റേണ്ടതുണ്ട്. മികച്ച കോമ്പിനേഷൻസ് കണ്ടെത്തുക എന്നുള്ളതാണ്. രാവിലെ കഴിഞ്ഞിട്ട് നല്ല പുട്ടും കടലയൊക്കെ കഴിക്കാം, സാമ്പാറും ഇഡ്ഡലിയും കഴിക്കാം, ദോശയും ചെറുപയറും കഴിക്കാം. ഇതൊക്കെ നല്ല മികച്ച കോമ്പിനേഷൻസ് ഉണ്ടല്ലേ. ഇതൊക്കെ നമ്മൾ കണ്ടെത്തുക. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാനൊരു പോയിന്റ് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ. അതിലപ്പുറം ആഹാരശീലങ്ങൾ, ഏറ്റവും മികച്ച ആഹാരശീലങ്ങൾ എൻ്റെ ജീവിതത്തിൽ എങ്ങനെ കൊണ്ടുവരാമെന്ന് നിങ്ങൾ പഠിക്കണം, മനസ്സിലാക്കണം, അത് തിരിച്ചറിയണം. ഏതൊക്കെയാണ് ഓരോ ഭക്ഷണത്തിലും അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് അവനവന് പറ്റിയ ഓരോ ആഹാരശീലങ്ങൾ കണ്ടെത്തുക. മികച്ച ഒരു ഭക്ഷണ ശൈലി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ, ചർമ്മത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. അതിലപ്പുറം ഇതിനൊന്നും അടുക്കും ചിട്ടയും ഇല്ലാതെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ചെറിയ പ്രായത്തിൽ തന്നെ അകാല വാർദ്ധക്യം നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. വാർദ്ധക്യത്തെ നമ്മൾ ക്ഷണിച്ചു വരുത്തരുത്. അതിന് ആദ്യം വേണ്ടത് നല്ല ആഹാരശീലം നമ്മൾ അവലംബിക്കുക. ചിക്കനും മട്ടനും അതും ഇതൊക്കെ വാരി വലിച്ച് കഴിക്കുമ്പോൾ അതൊക്കെ കുറച്ച് മാത്രമേ കഴിക്കേണ്ടതുള്ളൂ. എല്ലാ ദിവസവും വേണമെങ്കിൽ കഴിക്കാം, 1-2 പീസ് കഴിച്ചാൽ മതി. പക്ഷെ നമ്മൾ അങ്ങനെയാണോ? നമ്മൾ അങ്ങനെയൊന്നല്ല. നമ്മൾ വാരി വലിച്ച് കഴിക്കും, കിട്ടുന്നതൊക്കെ കുത്തിക്കയറ്റും, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ മാറ്റുക, നല്ല ഭക്ഷണശീലങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരിക. ഇതൊക്കെ നമ്മുടെ സൗന്ദര്യത്തെ, നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ചർമ്മത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്.
ഇനി ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ അറിവുകൾ നിങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതൊക്കെ പാലിക്കുന്ന ഒരാളാണ്. ബേക്കറി സാധനങ്ങൾ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ കൊണ്ടുവരാറില്ല, അപൂർവമായിട്ടേ കൊണ്ടുവരാറുള്ളൂ. ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും അപൂർവമായിട്ട് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ മോനും 2 വയസ്സേ ആയിട്ടുള്ളൂ. അവൻ ഈ മധുരം കൂടിയ സാധനങ്ങൾ, ബേക്കറി ഐറ്റംസ് ഇതൊന്നും എൻ്റെ മോൻ കഴിക്കാറില്ല. തീർച്ചയായിട്ടും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ശീലങ്ങളായിട്ട് മാറ്റണം. പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ പകർന്നു കൊടുക്കാനും നമുക്ക് സാധിക്കണം. ഇനി പറയാനുള്ള രണ്ടാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട, നിങ്ങൾക്കൊക്കെ അറിയുന്ന, നിങ്ങൾക്ക് ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് വ്യായാമം ചെയ്യുക. വ്യായാമം ചെയ്യാൻ നിങ്ങൾക്ക് മടിയുണ്ടെങ്കിലും തീർച്ചയായിട്ടും യുവത്വത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ പലപ്പോഴും ആവശ്യത്തിലധികം കഴിക്കുന്നുണ്ട്. ആവശ്യത്തിലധികം കഴിക്കുന്ന ഭക്ഷണമൊക്കെ എന്ത് വേണം? വ്യായാമം ചെയ്ത് നമ്മൾ അതിൻ്റെ എനർജിയൊക്കെ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ അങ്ങ് പുറത്തേക്ക് തള്ളിക്കളയണം. അതിനെന്ത് ചെയ്യണം? നന്നായിട്ട് വർക്കൗട്ട് ചെയ്യണം. രാവിലെ എഴുന്നേറ്റ് ഒരു 1.5 മണിക്കൂർ നിങ്ങളുടെ ശരീരം നന്നായി ഉയർക്കുന്ന രീതിയിൽ നിങ്ങൾ എക്സസൈസ് ചെയ്യുക. ഈ വയറ് ചാടലൊക്കെ ഉണ്ടാകുന്നത് ഇതൊന്നും ചെയ്യാതെ ഭക്ഷണം മാത്രം കഴിക്കും, എന്നിട്ട് വെറുതെ ഇരിക്കും. പിന്നെ എങ്ങനെയാണ് വയറ് ചാടാതിരിക്കുക? ഹൈറ്റിനനുസരിച്ചിട്ടല്ല പല ആളുകൾക്കും വെയിറ്റ് ഉള്ളത്, കൂടുതലാണ്. തീർച്ചയായിട്ടും അതിലൊക്കെ ഒരു മാറ്റം കൊണ്ടുവരാതെ നിങ്ങൾക്ക് ചെറുപ്പത്തിലേക്ക് തിരിച്ചു പോകാനാവില്ല. വെയിറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് കുറക്കാനുള്ള പരിപാടികൾ ആദ്യം തുടങ്ങുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സുപ്രഭാതം കൊണ്ടാണോ നിങ്ങളുടെ വെയിറ്റ് കൂടിയത്, വയറ് ചാടുക ചെയ്തത്? ഒന്നുമല്ല, കുറേ നാളുകൾ കൊണ്ടാണ്. സ്ത്രീകളുടെ കാര്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. പ്രഗ്നന്റ് ഒക്കെ ആയി ഡെലിവറി ഒക്കെ കഴിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് വെയിറ്റ് കൂടുതലായിരിക്കും, കൊഴുപ്പ് കൂടുതലായിരിക്കും, വയറ് ചാടിയിട്ടുണ്ടാകും. തീർച്ചയായിട്ടും അത് നമുക്ക് തെറ്റാണെന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഒന്ന് ഓർക്കുക, അങ്ങനെ സംഭവിച്ചു എന്ന് കരുതി ജീവിതകാലം ഇനി ആ പഴയ രീതിയിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നിടത്ത്, അതിനുവേണ്ടി പരിശ്രമിക്കാത്തിടത്താണ് നിങ്ങൾക്ക് പറ്റുന്ന തെറ്റ്. ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ, കൃത്യമായി വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ ഫിറ്റ്നസ് നമുക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ ആ ശ്രമം ആത്മാർത്ഥമായിരിക്കണം. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് 60 കിലോ ഉള്ള ഒരാൾ 65 ആയി, 70 ആയി, 75 നമ്മുടെ നിയന്ത്രണങ്ങൾക്കപ്പുറം ശരീരം വളർന്നു എന്ന് തിരിച്ചറിയുമ്പോൾ, മറ്റ് ജീവിതശൈലി രോഗങ്ങളൊക്കെ നമ്മളെ പിടികൂടുമ്പോൾ, മുട്ടുവേദനയും കാലുവേദനയൊക്കെ തുടങ്ങുമ്പോഴാണ് നമ്മൾ വ്യായാമത്തെക്കുറിച്ച് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ഈ പ്രവണത കൊണ്ട് ജീവിതത്തിൽ നിങ്ങൾക്കൊരിക്കലും മാറ്റമുണ്ടാക്കാൻ സാധിക്കില്ല. നമ്മുടെ ശരീരത്തിന്റെ മാറ്റം നമ്മൾ അറിയണം. ഒരു ഇത്തിരി വെയിറ്റ് കൂടുമ്പോൾ നമ്മൾ തിരിച്ചറിയണം, കൂടുന്നുണ്ട്, കുറച്ച് മാറ്റങ്ങൾ വിധേയമാകാനുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുണ്ട്, വർക്കൗട്ട് ചെയ്യാനുണ്ട്, വ്യായാമം ചെയ്യാനുണ്ട്, ഭക്ഷണമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനുണ്ട് എന്ന ബോധം നമുക്കില്ല പലപ്പോഴും. അതുണ്ടാവണം. അതുണ്ടായാൽ മാത്രമേ ചെറുപ്പമൊക്കെ എക്കാലവും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, അവനവന്റെ മനസ്സിനോടും ശരീരത്തോടൊക്കെ കുറച്ച് കമ്മിറ്റ്മെന്റ്, ആത്മാർത്ഥത ഉണ്ടാവണം. ചില ഇഷ്ടങ്ങളോടൊക്കെ വിട്ടുവീഴ്ചകൾ നമ്മൾ നടത്തണം. ഉറച്ച തീരുമാനങ്ങളൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അത് നടപ്പിലാക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവേണ്ടതുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ. അല്ലെങ്കിൽ ഈ പരിപാടികളൊന്നും നടക്കില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നിർബന്ധമായും ഓരോ എക്സ്ക്യൂസുകൾക്കും പ്രസക്തിയില്ലാത്ത രീതിയിൽ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഒരു 1.5 മണിക്കൂർ നന്നായിട്ട് അവനവന്റെ ശരീരം വിയർക്കുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യുക. അതിൻ്റെ ഗുണം നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടായിരിക്കും. നിങ്ങളുടെ യുവത്വം തിരിച്ചു വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ തടി കൂടിക്കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ വയറ് ചാടിയിട്ടുണ്ടാവും, കവളൊക്കെ ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ടാകും, കണ്ണൊക്കെ ഇടുങ്ങിയിട്ടുണ്ടാകും, ആ ഒരു പ്രസരിപ്പും ഉന്മേഷവും ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഇതൊക്കെ നമുക്ക് വ്യായാമത്തിലൂടെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. ആവശ്യമില്ലാത്ത കൊഴുപ്പുകളൊക്കെ അങ്ങ് പോകും, ബോഡി ഒന്ന് ഫിറ്റാവും. തീർച്ചയായിട്ടും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക, നല്ല ഭക്ഷണശീലം, നല്ല വ്യായാമം. അതോടൊപ്പം തന്നെ നിങ്ങളോട് പറയാനുള്ളതും, വർക്കൗട്ട് ചെയ്യുമ്പോൾ നല്ല വിശ്രമവും ആവശ്യമുണ്ട്. 12 മണി വരെ, 1 മണി വരെ, 2 മണി വരെ ഫോണും നോക്കി കുത്തിപ്പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അത് പാടില്ല. നല്ല ഉറക്കവും നമ്മുടെ മികച്ച ആരോഗ്യത്തിന് ആവശ്യമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ കണ്ണിന് ചുറ്റും കറുപ്പ് പാടുകളൊക്കെ വരുന്നത്? എന്തുകൊണ്ടാണ്? തീർച്ചയായിട്ടും എല്ലാം ആവശ്യമുണ്ട് നമുക്ക്. നല്ല രീതിയിൽ വ്യായാമം ചെയ്യുന്നതോടൊപ്പം തന്നെ നല്ല വിശ്രമവും നമുക്ക് ആവശ്യമുണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ, നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങളെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. പുതിയ പുതിയ കോശങ്ങൾ, കോശവിഭജനം നടന്നാൽ മാത്രമേ പുതിയ പുതിയ കോശങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോഴാണ് നമ്മളുടെ ആ ഒരു യുവത്വം എന്നും നിലനിർത്തപ്പെടുന്നത്. അല്ലെങ്കിലോ
പഴയ കോശങ്ങൾ അവിടെ തന്നെ കിടക്കും, പുതിയ കോശങ്ങൾ വരില്ല. അതിങ്ങനെ പഴയതായി പിന്നീട് ഒടുവിൽ നമ്മുടെ സ്കിന്നൊക്കെ ചുക്കിച്ചുളിഞ്ഞ് ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ അകാല വാർദ്ധക്യത്തിലേക്ക് വഴുതി വീഴുമെന്നുള്ളത് നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കുക. അപ്പോൾ ഈ 2 കാര്യങ്ങൾ പറഞ്ഞു. ഇനി പറയാനുള്ള മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ മാനസികമായ സമ്മർദ്ദം, മാനസിക സംഘർഷം ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം, ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ടെൻഷൻ അടിക്കുന്ന ആളുകളാണ് നമ്മുടെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും. ടെൻഷൻ എന്ന് പറയുന്നത് വലിയ പ്രശ്നക്കാരനാണ്. നമ്മുടെ എല്ലാ വികാരങ്ങളെയും നിയന്ത്രിക്കുന്നത് ഓരോ ഹോർമോണുകളാണ് അല്ലേ? അപ്പോൾ ഈ ടെൻഷൻ വരുമ്പോൾ ഈ ഹോർമോൺ പ്രവർത്തനങ്ങളൊക്കെ തെറ്റും. ഇത് നമ്മുടെ ശരീരത്തിലെ പല പ്രശ്നങ്ങൾക്കും, ആരോഗ്യ പ്രശ്നങ്ങളിലേക്കും എത്തിക്കുന്നുണ്ട്. പല രോഗങ്ങളിലേക്കും നമ്മളെ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഈ ശരീരം തടിവെക്കുന്നതും മറ്റ് അസുഖങ്ങളിലേക്ക് പോകുന്നതിനുമൊക്കെ ഈ ടെൻഷൻ കാരണമാണ്. അതുകൊണ്ട് ടെൻഷൻ ജീവിതത്തിലേക്ക് നിരന്തരമായിട്ട് കൊണ്ടുവരാതിരിക്കുക. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാകും, പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നില്ല. ജീവിതത്തിൽ ഒരു നിമിഷങ്ങളിലും ടെൻഷൻ ഇല്ലാത്ത ആളുകളാവണം എന്ന് പറയുന്നതിലും അർത്ഥമില്ല. ടെൻഷനൊക്കെ ഉണ്ടാവും, പക്ഷേ അത് കൊണ്ടു നടക്കരുത്. അത് കൊണ്ടു നടന്നാൽ ജീവിതത്തിൽ വലിയ പരാജയങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. നമ്മുടെ മാനസികമായിട്ട് നമ്മളൊന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും അത് ബാധിക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിനെയൊക്കെ ഊർജ്ജസ്വലതയോടെ നിലനിർത്താൻ പ്രസരിപ്പുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് മാനസിക സമ്മർദ്ദം കുറക്കാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ഒരു ചെറിയ യാത്രകളൊക്കെ പോകാം നിങ്ങൾക്ക്, അല്ലെങ്കിൽ കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക. ഏറ്റവും സുഖമുള്ളൊരു പരിപാടിയാണ് കേട്ടോ. കുട്ടികളോടൊപ്പം കളിച്ച് ചിരിച്ച് നടക്കുമ്പോണ്ടല്ലോ നമ്മളൊന്ന് ഫ്രീ ആവും, ഫ്രഷ് ആവും. കാരണം കുട്ടികളോടൊപ്പം കളിക്കുമ്പോൾ കരയാറില്ല, നമ്മളൊക്കെ ചിരിക്കുകയാണ് ചെയ്യുക. ചിരിക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ സ്കിന്നിൽ അവിടെയുള്ള ബ്ലഡ് സർക്കുലേഷനൊക്കെ വളരെ ഫാസ്റ്റ് ആവും. ആ സമയത്ത് തന്നെ മുഖത്തൊരു പ്രസരിപ്പും തുടിപ്പും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ സ്കിന്നിനെ ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മൾ പോലും ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അല്ലേ? അതുകൊണ്ട് യാത്രകൾ പോവുക, കുട്ടികളോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, സുഹൃത്തുക്കളോടൊപ്പം കുറച്ച് സമയം ടൈം സ്പെൻഡ് ചെയ്യുക. ഇങ്ങനെ അവനവൻ്റെതായിട്ടുള്ള വളരെ സന്തോഷം നൽകുന്ന കാര്യങ്ങളോടൊപ്പം കളിച്ച് ചിരിച്ച് നടക്കാൻ നമ്മൾ സമയം കണ്ടെത്തേണ്ടതുണ്ട്. നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു കുട്ടിത്തം വിട്ടുമാറാത്തൊരു മനസ്സ് കാത്തു സൂക്ഷിക്കണമെന്നാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. നമ്മളിങ്ങനെ വലിയ ഗൗരവമൊക്കെ പിടിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മൾ പ്രായക്കാരാവും അല്ലേ? ഒരുപാട് ഓവർ മെച്യൂരിറ്റി എല്ലാം കാണിച്ചിട്ട് ജീവിക്കുന്ന ആളുകളൊക്കെ പെട്ടെന്ന് പ്രായമാകുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരാറുള്ളത്. അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ആയുസ്സിനെയും ഒക്കെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് കളിയും ചിരിയും തമാശകളും ഒക്കെ നിറഞ്ഞ ഒരു മൈൻഡ് സെറ്റ് നമുക്കുണ്ടാവണം. കുട്ടിത്തം വിട്ടുമാറാതെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. കുട്ടികളെയൊക്കെ കാണുമ്പോൾ കളിച്ച് ചിരിച്ച് നടക്കുവാനുള്ളൊരു മനസ്സ് നമ്മൾ കാണിക്കുക. ഇതൊക്കെ ചെറുപ്പം നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. അതുകൊണ്ട് ആവശ്യമില്ലാതെ ചെറിയ ചെറിയ കാര്യങ്ങളിലൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മാനസികമായ സംഘർഷങ്ങളിലേക്ക് വഴുതി വീഴാതിരിക്കുക. ഒരുപാട് ചിരിക്കാൻ ശ്രമിക്കുക. വേണമെങ്കിൽ കുറച്ച് യൂട്യൂബിലൊക്കെ രസകരമായ കോമഡിയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ കുറച്ച് സമയം കാണുക. എപ്പോഴും സന്തോഷങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. ഇതൊക്കെ ചെറുപ്പം നിലനിർത്താൻ നമ്മളെ സഹായിക്കുന്ന ഘടകങ്ങളാണ്. ഇനി അവസാനമായിട്ട് നിങ്ങളോട് പറയാനുള്ളത് മദ്യവും സ്മോക്കിങ്ങും നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. ആ പോയിന്റ് ഞാൻ ഈ ഒരു വിഷയവുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ കാരണം ഇന്നത്തെ സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും ഇതിൻ്റെ ഭാഗമാണ്. ലഹരിയുടെ ഭാഗമായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. സ്മോക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് മദ്യപിക്കുന്നുണ്ട്. ഇത് രണ്ടും നമ്മുടെ ചെറുപ്പം നഷ്ടപ്പെടുത്തുന്ന കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ്? നമ്മുടെ സ്കിന്നിനെ ഏറ്റവും പെട്ടെന്ന് ഡാമേജ് ഉണ്ടാക്കുന്ന ഘടകങ്ങളാണ് ഈ രണ്ട് കാര്യങ്ങളും. നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണ അവസ്ഥയൊക്കെ ഉണ്ടാക്കുന്നതിൽ മദ്യത്തിന് വലിയ പങ്കുണ്ട്, സ്മോക്കിങ്ങിന് വലിയ പങ്കുണ്ട്. മദ്യത്തേക്കാൾ അപകടകാരിയാണ് സ്മോക്കിങ്. ഇത് ഇത്രയ്ക്കും വലിയ വിഷയമാണോ എന്ന് ചിന്തിക്കണ്ട, അത്രയ്ക്കും വലിയ വിഷയമാണ് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ വീട്ടിലുള്ള കുട്ടികളൊക്കെ, സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇങ്ങനെയുള്ള കുരുത്തക്കേടുകളൊക്കെ കാണിക്കുന്നുണ്ടോ എന്നത് പലപ്പോഴും നമ്മൾ നല്ലപോലെ ആലോചിക്കേണ്ട കാര്യമാണ്. കാരണം നമ്മൾ അറിയുന്നില്ല പല കാര്യങ്ങളും. സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഈ മദ്യപാനവും സ്മോക്കിങ്ങും ഒക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് പല പഠനങ്ങളും പറയുന്നത്. മാത്രമല്ല, എൻ്റെ ഒരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വിപ്രോയിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്, ബാംഗ്ലൂരിൽ. അവിടെ എല്ലാ ഫ്ലോറിലും സ്മോക്കിംഗ് ഏരിയ ഉണ്ട്. അതോടൊപ്പം തന്നെ ഒരു കഫറ്റേരിയ ഉണ്ട്. അതായത് ചായ, കോഫി, അതുപോലെ തന്നെ ബദാം മിൽക്ക്, ഇതൊക്കെ ഫുൾ ടൈം അവിടെ കിട്ടും. തീരുമ്പോൾ നിറച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ടാവും. ഫ്രീ ആയിട്ട് എത്ര വേണമെങ്കിലും എടുത്ത് കഴിക്കാം.
ഒരു സ്മോക്കിംഗ് ഏരിയ ഉണ്ട്. അപ്പം ഞാൻ കാണാറുള്ള കാഴ്ച എന്ന് പറയുന്നത്, ഇവർ കമ്പ്യൂട്ടറിന് മുന്നിൽ കുറച്ച് സമയം പണിയെടുക്കും, എന്നിട്ട് വീണ്ടും ഒരു ചായയൊക്കെ എടുത്തിട്ട് സ്മോക്കിംഗ് ഏരിയയിൽ പോകും, ഒരു സ്മോക്കൊക്കെ ചെയ്ത് ഒന്ന് റിഫ്രഷ് ചെയ്ത് വീണ്ടും അവരുടെ ജോലിയിലേക്ക് കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ വീണ്ടും പണി തുടങ്ങും. ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും വരും. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇത് പുരുഷന്മാരെ മാത്രമല്ല, സ്ത്രീകളും എല്ലാവരും ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് മുന്നോട്ട് പോവാണ്. IT മേഖലയിൽ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്ന, ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ നിന്ന് അവർ റിലാക്സ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയാണ്. ഇത് റിലാക്സ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് സ്മോക്കിംഗ് ഏരിയ, എല്ലാ ഫ്ലോറിലും സ്മോക്കിംഗ് ഏരിയ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരായുസ് മുഴുവൻ അവിടെ ജോലി ചെയ്യുന്നുണ്ട് ഇവർ. എത്ര സ്മോക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മദ്യപിക്കുകയും ചെയ്യുന്നുണ്ടാവാം. പിന്നെ എങ്ങനെയാണ് അവരുടെ ശരീരം, ഒരു ഫിറ്റ്നസ് എങ്ങനെയാണ് ബിൽഡ് ചെയ്തെടുക്കുക? പെട്ടെന്ന് തന്നെ വാർദ്ധക്യത്തിലേക്ക് പോവുകയും പല രോഗങ്ങളുടെയും ഭാഗമാവുകയും ചെയ്യുന്നതിൻ്റെയൊക്കെ കാരണം ഇതൊക്കെ തന്നെയാണ്. നമ്മുടെ ജീവിത രീതികളും ആരോഗ്യ ശീലങ്ങളും ഒക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം. അതുകൊണ്ട് മദ്യപാനവും സ്മോക്കിങ്ങും ജീവിതത്തിൽ നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഇനി അത് പറ്റുന്നില്ലെങ്കിൽ കുറച്ചൊക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ആഘോഷങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ന്യൂ ഇയർ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കുറേ നാളുകൾക്ക് ശേഷം കുറച്ച് ചങ്ങാതിമാരെയൊക്കെ ഒന്നിച്ച് കൂടുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിൽ വല്ലപ്പോഴും ഒത്തുകൂടുന്ന സമയങ്ങളിൽ, കുടുംബാംഗങ്ങൾ ഒത്തുകൂടുന്ന സമയങ്ങളിൽ, ഇങ്ങനെയൊക്കെ വല്ലപ്പോഴുമൊക്കെ ജീവിതത്തിൽ ഒന്ന് മദ്യപിച്ചു എന്ന് കരുതി നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ആ നിമിഷത്തെ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതിലപ്പുറം എല്ലാ ദിവസവും മദ്യപിക്കുക എന്ന ലക്ഷ്യത്തോടെ ജീവിതത്തെ സമീപിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ അകാല വാർദ്ധക്യത്തിലേക്ക് പോകുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നോ ഡൗട്ട്. അതുകൊണ്ട് മാറണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഇന്ന് മുതൽ മാറാൻ തയ്യാറാവുക. ഒരു നല്ല ദിവസത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതൊന്നും അതിൽ പ്രസക്തിയില്ല. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ 4 കാര്യങ്ങൾ ജീവിതത്തിൽ വളരെ മനോഹരമായിട്ട് അപ്ലൈ ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അത്ര ചെറുതായിട്ട് കാണണ്ട. ചെറുപ്പം നിലനിർത്തുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമല്ല. ജീവിതകാലം മുഴുവൻ ആ ചെറുപ്പത്തിൻ്റെ പ്രസരിപ്പോടെ ജീവിക്കാൻ കഴിയുക എന്ന് പറയുന്നത് വല്ലാതൊരു ഭംഗിയും സൗന്ദര്യവും ജീവിതത്തിന് സമ്മാനിക്കപ്പെടുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് എന്ന തിരിച്ചറിവോടുകൂടി ഈ 3-4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. നല്ല ആഹാരശീലങ്ങളുടെ ഭാഗമാവുക. ഇനിയെങ്കിലും അവനവൻ്റെ ശരീരം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ സ്വയം നശിപ്പിക്കരുത്. അവനവൻ്റെ ശരീരം നശിപ്പിക്കാൻ വേണ്ടി അല്ലല്ലോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ആരോഗ്യം നിലനിർത്താനല്ലേ. അതുകൊണ്ട് നല്ല ഭക്ഷണശീലം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുക. നല്ല രീതിയിൽ വ്യായാമം ചെയ്യുക. മദ്യപാനവും സ്മോക്കിങ്ങും ഒക്കെ ജീവിതത്തിൽ നിന്ന് നമ്മൾ പരമാവധി ഉപേക്ഷിക്കുക. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊന്നും നമ്മൾ മാനസികമായി തളർന്നു പോവാതെ ടെൻഷൻ അടിച്ച് ജീവിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് കുറെ കൂടി ഉണർവോടെയും ഉന്മേഷത്തോടു കൂടിയും ഒക്കെ ജീവിതത്തെ നേരിടുവാനും സമീപിക്കുവാനാവും. ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ നമ്മുടെ കയ്യും കാലും മുഖമൊക്കെ ചുക്കിച്ചുളിഞ്ഞു പോയാൽ നമ്മുടെ ഉള്ള ആത്മവിശ്വാസം കൂടി അങ്ങ് പോവുക ചെയ്യാം, അല്ലേ? പലപ്പോഴും നിങ്ങളിൽ പലരും അനുഭവിച്ചിട്ടുണ്ടാവും. പല ആളുകളും നിങ്ങളുടെ മുഖത്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും, നിനക്കൊരുപാട് പ്രായം തോന്നുന്നുണ്ടല്ലോ എന്ന്. അപ്പോൾ തന്നെ ഉള്ള ആത്മവിശ്വാസം പോകും, അല്ലേ? തീർച്ചയായിട്ടും അതൊന്നും മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ തയ്യാറാവണം. ചില ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ജീവിതത്തിൽ നമ്മൾ നടത്തണം. ചില ഇഷ്ടങ്ങളോടൊക്കെ വിട്ടുവീഴ്ചകൾ നമ്മൾ ചെയ്യണം. അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ആദ്യം കണ്ടെത്തുക. ജീവിതത്തിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക. ഊർജ്ജസ്വലതയുള്ള, ഉണർവുള്ള, എന്നും ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമൊക്കെ ആയിട്ട് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ കഴിയട്ടെ. അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. ഈ പറഞ്ഞ 4 പോയിന്റ്സും തീർച്ചയായിട്ടും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ മോശമായി സ്വാധീനിക്കുന്നത്, അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെ തയ്യാറാവുക. ഭക്ഷണ കാര്യങ്ങളെക്കുറിച്ച്, വ്യായാമത്തിൻ്റെ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് വ്യായാമം ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ്
നമ്മുടെ ആരോഗ്യസ്ഥിതിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാം, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. അതുപോലെ തന്നെ മദ്യവും സ്മോക്കിങ്ങും ഒക്കെ എങ്ങനെയാണ് നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കുന്നത് അത് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ മാനസികമായ സംഘർഷം കുറക്കാൻ വേണ്ടിയിട്ടും പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അനുയോജ്യമായത് എന്താണോ അത് കണ്ടെത്തി ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ചെറിയ ഒരു നിമിഷത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങളെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. ഈ 4 കാര്യങ്ങളെക്കുറിച്ചും കൂടുതലായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മുന്നോട്ടേക്ക് എങ്ങനെ സഞ്ചരിക്കണം എന്നുള്ള ഒരു വഴി നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അതോടൊപ്പം ഈ 4 വഴികളും ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക, മുന്നോട്ട് പോവുക, എന്നും ഉണർവും ഉന്മേഷവുമുള്ള ഒരു വ്യക്തിയായിട്ട് ജീവിക്കുക. വാർദ്ധക്യത്തിലും ഒരു യുവാവിനെ പോലെ ഒരു യുവതിയെ പോലെ ജീവിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഭാഗ്യമുണ്ടാവട്ടെ. അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പരിശ്രമം നടത്താൻ നിങ്ങൾക്ക് മനസ്സുണ്ടാവട്ടെ. അതുമാത്രമേ ഓർമ്മപ്പെടുത്തുള്ളൂ. മറ്റൊരു പുതിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.